പ്രൈസ് ലോർഡ്. ഞാൻ ഡിസംബറിൽ എനിക്ക് 2016 മുതൽ എനിക്ക് ലങ്സിനൊരു ഭയങ്കരമായ പ്രശ്നമുണ്ടായി. അതിനുശേഷം ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ 1 വീക്ക് ന്യൂമോണിയ പ്രശ്നത്താൽ ഞാൻ ഭയങ്കരമായി ഭാരപ്പെട്ടു. അതിന് ശേഷം എനിക്ക് ലങ്സിനോടുള്ള ബന്ധത്തിൽ എല്ലാ പ്രാവശ്യവും കൂടുതൽ മരുന്നെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഡിസംബർ മാസം മുതൽ ഞാൻ ഭയങ്കരമായ കഷ്ടത്തിലായി. സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴും വീട്ടിൽ വരും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് AC ഒന്നും ഒട്ടും എനിക്ക് കൊള്ളാൻ പറ്റത്തില്ല. എപ്പോഴും മാസ്ക് ഇട്ട്, സ്വെറ്റർ ഇട്ട്, സോക്സ് ഇട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം അതിനുശേഷം എനിക്ക് H1N1 പനി എനിക്കുണ്ടായി. അതൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഇവിടെ മരണത്താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്താണ് എനിക്ക് എൻ്റെ കൂട്ടുകാരിയായിരുന്നു ഇങ്ങനെ ഒരു ചർച്ചുണ്ട്, നിന്ന് വാ. അങ്ങനെ ഞാൻ ഇവിടെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് ഞാൻ ഭയങ്കര ഭാരത്താലായിരുന്നു. എനിക്ക് ശ്വാസമുട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മരുന്നിൻ്റെ വലിയൊരു കൂട്ടം തന്നെയായിരുന്നു. എപ്പോഴും കവറെടുക്കുക, മരുന്നിങ്ങനെ കഴിക്കുക. അങ്ങനെ വീട്ടിൽ എൻ്റെ റൂമിലും മരുന്നിൻ്റെ മണം. അങ്ങനെ ഭയങ്കരമായ പ്രശ്നം. രാത്രി ഉറക്കമില്ല. പ്രകൃതിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെന്നെ എഫക്റ്റ് ചെയ്യും. എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഞാനിവിടെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പാസ്റ്ററിനെ കയറി പ്രാർത്ഥനയിൽ ക്യാബിനിൽ കയറി കണ്ട സമയത്തും ആ റൂമിൽ നല്ല AC ആണ്. പാസ്റ്ററിനെ ഉടനെ തന്നെ എഴുന്നേറ്റിട്ട് എൻ്റെ അവസ്ഥ കണ്ടിട്ടാവും പെട്ടെന്ന് ആ AC-യുടെ ഇത് മുകളിലേക്കാക്കി വെച്ചു. കാരണം അതുപോലെ എനിക്ക് കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 8 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വരണം. അങ്ങനെ ഞാൻ ഇവിടെ 5-ാമത്തെ ആഴ്ച മുതൽ ഈ ലങ്സിൻ്റെ മേലുള്ള പൈശാചിക ബന്ധനം അത് അഴിയാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അതിനുള്ളൊരു പ്രത്യേക കാരണം, അതിനുശേഷം ഞാൻ ആൻറ്റിയുടെ അടുത്തും പ്രാർത്ഥിച്ചിരുന്നു. ആൻറ്റി ഇതെന്താണ് അതിനുള്ള കാരണം എന്നുള്ളതും ആഭിചാരത്തിൻ്റെ പ്രശ്നമാണെന്നുള്ളത് വ്യക്തമായി എന്നോട് ദൂത് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ നിരന്തരമായിട്ടൊക്കെ ആൻറ്റി ഫോണിൽ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുണ്ടായിരുന്നു. പാസ്റ്ററും എനിക്ക് വേണ്ടി കണ്ടമാനം പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. അങ്ങനെ എനിക്ക് 5-ാമത്തെ ആഴ്ച മുതൽ ഞാൻ അനുഭവിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ എനിക്ക് പതുക്കെ ആ ഭാരങ്ങൾ കുറയാൻ തുടങ്ങി. എനിക്ക് ഭക്ഷണം എണ്ണയുള്ളതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. എല്ലാം ചെറുപയർ, അങ്ങനെ വൻപയർ, അങ്ങനെയുള്ള ഇതെല്ലാം വേവിച്ച് മാത്രം ഉപ്പും മുളകൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഭക്ഷണമായിരുന്നു എൻ്റേത്. എനിക്ക് ഒരു സാധനം. അപ്പോൾ ഞാനിങ്ങനെ ഡാഡിയുടെ ഒക്കെ കൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അവരെല്ലാം ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നല്ല ഭക്ഷണങ്ങൾ. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഒരു സാധനം എനിക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. എല്ലാം എന്ത് സാധനം കഴിച്ചാലും അതിനകത്തെല്ലാം എണ്ണയാണ്. അപ്പോൾ ആകെ കഴിക്കുന്നത് ദോശ അല്ലെങ്കിൽ സാമ്പാർ, അങ്ങനെ മാത്രമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ വന്നാലും ഇതേ അവസ്ഥയൊക്കെ തന്നെ. അങ്ങനെ 8-ാമത്തെ ആഴ്ച ആയില്ല, ഒരു 5-ാമത്തെ ആഴ്ച മുതൽ എനിക്ക് പതുക്കെ ഞാൻ ഭക്ഷണങ്ങളും എണ്ണ ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആ കെട്ടുകൾ ദൈവം അഴിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ 3 മാസത്തോളമായി ഒരു ഗുളിക ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിക്കുന്നില്ല. ദൈവം കർത്താവിന് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം ഞാൻ അത്രത്തോളം ഞാൻ മരിച്ചു പോകും. കാരണം അത്രയും പലപ്പോഴും പൈശാചികശക്തികൾ അത്രത്തോളം എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഇതിൽ കൂടെ ഞാൻ കടന്നു വന്ന് ഇവിടെ വന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലാക്കി കർത്താവ് തീർത്തു. യേശുവിൻ്റെ ശക്തി എൻ്റെ മേൽ തൊട്ട്. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ 8 ആഴ്ചയൊന്നും വേണ്ടി വന്നില്ല. 5-ാമത്തെ ആഴ്ച മുതൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ വന്നിട്ട് എന്നും സ്നാക്സ് എടുക്കും, പക്ഷേ ചായ കുടിക്കാൻ ഒരു ഭയം പോലെ. അപ്പം ഞാൻ ഓർത്തു, ഇല്ല, എന്നെ ഭരിക്കുന്നത് ഭയമാണ്. അതിന് ഞാൻ ശാസിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ചായ എടുത്തു. അപ്പോഴും എണ്ണയുള്ള ഭക്ഷണമായിരുന്നു. അതും ഞാൻ സ്തോത്രം പറഞ്ഞങ്ങ് കഴിച്ചു. എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരാഴ്ചയായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പോൾ ചായ കുടിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ യാതൊരു കുഴപ്പവും എനിക്കില്ല. പിന്നെ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം ഈ എപ്പോഴും മൂക്കടഞ്ഞിരിക്കും, അല്ലെങ്കിൽ തൊണ്ടയിൽ കഫം കെട്ടും. അപ്പോൾ അങ്ങനെ ഭയങ്കര എഴുന്നേൽക്കുന്ന സമയം തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ 5-ാമത്തെ ആഴ്ച കഴിഞ്ഞോടുകൂടി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കർത്താവിൻ്റെ കൃപയിൽ ഇന്ന് എനിക്കില്ല. ദൈവം തന്ന വലിയൊരു അത്ഭുതമാണ്. അത്ഭുതം മാത്രമല്ല, എനിക്ക് മരണത്തിൽ നിന്ന് തന്നെ കർത്താവ് വിടുവിച്ചു. ഞാൻ കർത്താവിന് സകല മഹത്വം കരയേറ്റുന്നു. പ്രാർത്ഥിച്ച പാസ്റ്റർക്കും നന്ദി പറയുന്നു. എന്തായിരുന്നു ശരിക്കുള്ള അസുഖം? എന്തായിരുന്നു? ഇത്
ലങ്സ് ശരിക്കും പറഞ്ഞാൽ ലങ്സ് ഡാമേജ് ആണ്. ലങ്സ് ഡാമേജ് ആണ്. പൾമനറി ആ ഒരു ഒരു ടെസ്റ്റും എത്ര വർഷമായിട്ട് അതുണ്ടായിരുന്നു? 2016 എനിക്ക് ആദ്യമായിട്ട് ഇത് തുടങ്ങിയത്. അതൊരു പൈശാചിക അറ്റാക്ക് ആയിരുന്നു. 2016 തൊട്ട് ഈ ബുദ്ധിമുട്ടുകൾ ന്യൂമോണിയ വന്നു. അതിനുശേഷമാണ് ഇത് മെയിനായിട്ട് ഇത്രയും വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ പാസ്റ്റർ കണ്ടു കാണുമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് സിസ്റ്റർ വന്നത്. ഒന്ന് കരങ്ങൾ അടിച്ച് അത്ഭുതകരമായ ഒരു സൗഖ്യമാണ്. ഫുഡ് കഴിക്കത്തില്ലായിരുന്നു, വലിയ പ്രയാസത്തിലായിരുന്നു. എന്നാൽ ഈ സിസ്റ്ററിന് വേണ്ടി യേശു അത്ഭുതം ചെയ്തു.